إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفخه ونفثه. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أبت إني أخاف أن يمسك عذاب من الرحمن فتكون للشيطان وليا قال أراغب أنت عن آلهتي يا إبراهيم لئن لم تنتهي لأرجمنك واهجرني مليا. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ, അർഹമുറാഹിമീനായ റഹ്മാനും റഹീമുമായ റബ്ബുൽ ഇസ്സത്തിനെ ജീവിതത്തിലുടനീളം തഖ്വയോടുകൂടി കണ്ട് സൂക്ഷ്മതാബോധത്തോടുകൂടി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അവന്റെ യഥാർത്ഥ അടിമകളിൽ, ദാസന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുക. ഏറെ ശ്രേഷ്ഠതകളും പുണ്യങ്ങളും നിറഞ്ഞ ദുൽഹിജ്ജിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലാണ് നാം ഏവരും ഉള്ളത്. വിശുദ്ധ ഖുർആൻ വൽ ഫജ്ർ, പുലരിയെ തന്നെയാണ് സത്യം, വലയാലിൻ അശ്ർ, 10 ദിനരാത്രങ്ങൾ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ സൂറത്തു അൽ ഫജ്റിന്റെ ആമുഖത്തിൽ പഠിപ്പിച്ച മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, മാമിൻ അയ്യാമിൽ അമലി സ്വാലിഹ്, സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ ദിവസങ്ങളിലെ അഹബ്ബു ഇലല്ലാഹി ഫീഹിന്ന, അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളാണ് ദുൽഹിജ്ജയിലെ 10 ദിനങ്ങൾ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്. മിൻഹാദിഹിൽ അയ്യാം, ഈ ദിവസങ്ങളെക്കാളും നല്ല കർമ്മങ്ങൾ ചെയ്യാൻ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഉതകുന്ന
ദിവസങ്ങളെക്കാളും ഏറ്റവും നല്ല ദിവസങ്ങൾ എന്നത് ഇത് തന്നെയാണ് എന്ന് പഠിപ്പിക്കുന്ന രൂപത്തിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. റമദാനിലെ അവസാന 10 നമ്മൾ എത്ര കണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നു. ഒരു വേള അതിലേറെ നമ്മൾ സൂക്ഷ്മതയോടുകൂടി കാണേണ്ട, സൽക്കർമ്മങ്ങളിൽ മുഴുകേണ്ട സമയങ്ങളിലാണ് പ്രിയമുള്ളവരെ നമ്മളെ ഒരു നിലകൊള്ളുന്നത്. ദുൽഹിജ്ജയിലെ 1 മുതൽ 10 വരെ എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം നമുക്ക് നന്മകൾ ചെയ്യാൻ കഴിയുമോ, എത്രത്തോളം തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയുമോ, ആ വിഷയങ്ങളിൽ നമ്മൾ സൂക്ഷ്മതയുണ്ടാകണം. അതോടൊപ്പം മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ ചരിത്രവും നാം മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതുമാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പ്രവാചകന്മാരെ കുറിച്ച് പരാമർശിക്കുമ്പോഴും വളരെ ചുരുങ്ങിയ ആളുകളുടെ പേരിൽ മാത്രമാണ് ഖുർആനിൽ അധ്യായങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ ഒരു അധ്യായം തന്നെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് പേരുകളിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ആ പ്രവാചകനെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ഉമ്മത്ത് എന്നും ഖലീലുള്ള എന്നും അതുപോലെ തന്നെ അബുൽ അംബിയ തുടങ്ങിയ വിശേഷണങ്ങൾ നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനെ പരിചയപ്പെടുത്തുകയും നമുക്ക് കാണാൻ കഴിയും. ഒരു വ്യക്തിയുടെ ഇത്തരം നാമങ്ങൾ അധികരിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതയെ കൂടി വിളിച്ചോതുന്ന ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ പ്രവാചകന്റെ ശ്രേഷ്ഠതയിൽ ഏറ്റവും മൂല്യവത്തായ കാര്യമെന്നത്, ഏറ്റവും ഉയർന്നു നിൽക്കുന്ന കാര്യമെന്നത് അദ്ദേഹത്തിന്റെ പ്രബോധന രംഗങ്ങളാണ്. അദ്ദേഹത്തിന്റെ ആദർശം പറയുന്നിടത്ത്, തൗഹീദ് പറയുന്നിടത്ത് ഒരു നിലക്കും വിട്ടുവീഴ്ചയില്ലാതെ സംസാരിച്ച വ്യക്തിത്വമാണ്. ഒരു സമൂഹം എടുക്കേണ്ട പണി ഒറ്റക്ക് നിർവഹിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ടാണ് ഉമ്മത്ത് എന്ന് വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിന്. തൗഹീദ് പഠിപ്പിക്കുന്ന രംഗങ്ങൾ വളരെ മനോഹരമായും സരളമായും ഗൗരവത്തിലും പഠിപ്പിക്കേണ്ടിടത്ത് ഗൗരവത്തിലും, ഉദാഹരണങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടിടത്ത് ഉദാഹരണങ്ങൾ അത് കൃത്യമായി കൊണ്ട് ആളുകൾ മനസ്സിലാകുന്ന രൂപത്തിൽ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തയാളാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. തന്റെ പിതാവിന്റെ അരികിൽ ചെന്ന് നടത്തുന്ന പ്രബോധന രംഗം വിശുദ്ധ ഖുർആനിൽ വളരെ മനോഹരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ലെ, നമ്മൾ ഈ ഖുത്ബ കേൾക്കുമ്പോൾ ഇവിടെ നിന്ന് ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു എന്നതിലുപരി തിരിച്ചൊന്നും പറയാനുള്ള അവസരങ്ങളില്ലാത്ത നിമിഷങ്ങളിലാണ് നമ്മളുള്ളത്. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിന്റെ അരികിൽ ചെന്ന് സംസാരിക്കുന്നിടത്ത് അദ്ദേഹത്തിന് മറുപടി പറയാനുള്ള അവസരം കൂടിയുണ്ട്. തിരിച്ച് ആ രൂപത്തിലാണ്, വൺ സൈഡ് പ്രസംഗമായി അല്ല, മറിച്ച് രണ്ടുപേർക്കും സംസാരിക്കാൻ ഒരു ഖിതാബായി വിശുദ്ധ ഖുർആൻ ആ സംസാരങ്ങളെ നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സംഭാഷണം ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ അനാവരണം ചെയ്യുന്നുണ്ട്. നോക്കൂ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം പറയുന്നത് വദ്കുറു ഫിൽ കിതാബി ഇബ്രാഹിം ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. മറ്റൊരു വിശേഷണം കൂടെ ചേർത്ത് വെച്ചുകൊണ്ടാണ്. അദ്ദേഹം സിദ്ദീഖായിരുന്നു, സത്യസന്ധത പുലർത്തുന്ന വ്യക്തിത്വമായിരുന്നു, അള്ളാഹുവിന്റെ വഹീനെ സത്യപ്പെടുത്തുന്ന വ്യക്തിത്വമായിരുന്നു. വദ്കുറു ഫിൽ കിതാബി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ചരിത്രം നിങ്ങൾ ഓർക്കണം. ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ, അദ്ദേഹം സിദ്ദീഖുമായിരുന്നു, നബിയുമായിരുന്നു. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇത് ഖാല ലി അബീഹി, അദ്ദേഹത്തിന്റെ പിതാവിനോട് അദ്ദേഹം സംസാരിച്ചു. യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. അല്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്. യാ അബതി, എന്റെ പുന്നാര പിതാവേ, എന്റെ പ്രിയപ്പെട്ട വാപ്പ, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. നിങ്ങൾ എന്തിനാണ് വാപ്പ ഈ കാണാത്ത കേൾക്കാത്ത ഉപകാര ഉപദ്രവങ്ങൾ ചെയ്യാത്ത ഈ ബിംബങ്ങളോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടൂ. അല്ലാഹ് അല്ലാത്ത ഏതൊന്നിലേക്കാണോ വാപ്പ നിങ്ങൾ തിരിയുന്നത്? അല്ലെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം
അറിയപ്പെടുന്ന പ്രവാചകനാണ്, അബുൽ അംബിയാ അല്ലെ, നബിമാരുടെ പിതാവാണ്. എന്നിരുന്നിട്ട് കൂടി അദ്ദേഹത്തിന്റെ പിതാവ് ശിർക്കിലാണ്, തൗഹീദിനെതിരിലാണ് അല്ലെ. ബിംബക്കച്ചവടക്കാരനായ തന്റെ ഉപ്പയുടെ മുഖത്ത് നോക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയ്ക്ക് തൗഹീദിന്റെ പ്രബോധനം നിർവഹിക്കേണ്ട സന്ദർഭം എത്തിയപ്പോൾ അത് പറയേണ്ടി വന്നു എന്നാണ്. ആ വിളിക്കുന്ന സംസാരത്തിന് നമുക്ക് സ്വാതന്ത്ര്യമുള്ളവരോട് നമ്മൾ പലപ്പോഴും വളരെ സരളമായല്ല സംസാരിക്കും, വളരെ ദേഷ്യത്തിലാണ്. പക്ഷേ അതിയായ ആഗ്രഹമുള്ള രണ്ട് വാപ്പ ഹിദായത്തിലാകണം. വാപ്പ നരകത്തിന് പോകാൻ പാടില്ല, അദ്ദേഹത്തിന് സ്വർഗം കിട്ടണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടു കൂടിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ പിതാവിനോട് സംസാരിക്കുന്നത്. അല്ലെ, നമുക്ക് ചുറ്റും ജീവിക്കുന്ന പല ആളുകളുമുണ്ട്, അല്ലാഹ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ. ദാഗൂറിലും അജ്മീറിലും മുത്തുപേട്ടയിലും തുടങ്ങി എവിടെയെല്ലാം കിടത്തിയിട്ട വിഗ്രഹങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഖബർ പൂജകരായ ആളുകൾ, അല്ലാഹ് അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ. ഭീമാപ്പള്ളിയിൽ പോയി ഉമ്മച്ച എന്ന് വിളിച്ച് കരയുന്ന ആളുകൾ, അവിടെ നിന്ന് പുണ്യപാനമായി കിട്ടുന്ന ജലം അത് പാനം ചെയ്തിട്ട് അതിൽ നിന്ന് ശിഫ ലഭിക്കുമെന്ന് വിചാരിക്കുന്ന ആളുകൾ അല്ലെ. അല്ലാഹ് അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ. നമ്മൾ എത്ര കണ്ട് നമ്മുടെ മാതാപിതാക്കളോട് സ്നേഹമുള്ളവരാകണം അല്ലെ, നമ്മുടെ അയൽപക്കക്കാരോട് സ്നേഹമുള്ളവരാകണം. തൗഹീദ് പറയാൻ പ്രിയമുള്ളവരെ നമ്മൾ മടിച്ചു നിൽക്കാൻ പാടില്ല. അടുത്ത നിമിഷമാണ് അയാൾ മരണപ്പെടുന്നതെങ്കിൽ അയാൾ നമുക്ക് ഓപ്പോസിറ്റ് പറയും. അയാൾ അവിടെ ജീവിച്ചിരുന്നിട്ട് ഇന്നൊരു വ്യക്തിത്വം ഉണ്ടായിരുന്നു, അയാൾക്ക് തൗഹീദ് നന്നായി അറിയാമായിരുന്നു, പടച്ചവനെ അറിയാമായിരുന്നു, പക്ഷേ എന്നെ പരിചയപ്പെടുത്താൻ ഇതുവരെ അയാൾ വന്നിട്ടില്ല എന്റെ വീട്ടിലേക്ക്, എന്നോട് അയാൾ തൗഹീദ് പറഞ്ഞിട്ടില്ല, അള്ളാനെ പരിചയപ്പെടുത്തി തന്നിട്ടില്ല എന്ന് പറയുന്നൊരവസ്ഥ, നമുക്ക് എതിരെ പറയുന്നൊരവസ്ഥ പ്രിയമുള്ളവരെ നമുക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ തൗഹീദ് പറയണം. അദ്ദേഹം തന്റെ പിതാവിന്റെ അടുത്ത് ചെന്ന് വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹം വിളിച്ച് സംസാരിച്ച വർത്തമാനങ്ങളാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അല്ലെ. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അക്കാര്യം പറയുന്നത് നമുക്ക് കാണാം. യാ അബത്തി, ഞാൻ ആമുഖമായി ഓതി വെച്ച വചനം അതാണ്. യാ അബത്തി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽം, എന്റെ വാപ്പ, എന്റെ പുന്നാര വാപ്പ, പ്രിയപ്പെട്ട വാപ്പ. അബത്തി എന്ന പ്രയോഗം അതാണ്. എന്റെ പ്രിയപ്പെട്ട വാപ്പ, ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽം, എനിക്കൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. മാലം യഅതിക, അത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. വത്തബിഇനി അഹ്ദിക സിറാത്തൻ സവിയ, എനിക്ക് കിട്ടിയ മാർഗം തൗഹീദിന്റെ മാർഗമാണ്. അല്ലാഹനെ മാത്രം ആരാധിക്കണമെന്ന വശം ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾ എന്നെ പിൻപറ്റണം. എന്നെ എനിക്ക് പ്രവാചകത്വം ലഭിച്ചിരിക്കുകയാണ്, ഞാൻ നബിയായിരിക്കുകയാണ്. അതുകൊണ്ട് അഹ്ദിക സിറാത്തൻ സവിയ, സവിയായ ചൊവ്വായ ഒരു മാർഗത്തിലേക്ക് താങ്കൾക്ക് ലഭിക്കാത്ത ഒരു അനുഗ്രഹം അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ആ മാർഗത്തിൽ വാപ്പ നിങ്ങൾ കടന്നു വരണം അല്ലെ. അതിയായ ആഗ്രഹമാണ്. ഉപ്പയും സ്വർഗത്തിൽ വരണമെന്ന അതിയായ ആഗ്രഹമായിരുന്നു. വിശുദ്ധ ഖുർആൻ ഈ ആയത്തിന് വിശദീകരിക്കുന്നിടത്ത് കാണാം, വിശദീകരിക്കണം അങ്ങനെയാണ്. ഈ സംസാരം എന്ന് പറയുന്നത് വളരെ മൃദുലതയുള്ളതും അല്ലെ ഏറ്റവും മാന്യമായ ലീനത്തുള്ള അല്ലെ മൃദുലമായ ലുത്ഫുള്ള ഭയങ്കര സ്നേഹമുള്ള സംസാരമായിരുന്നു ഇബ്രാഹിം നബിയുടേതെന്നാണ്. അദ്ദേഹം തുറന്നു പറയുകയാണ് അല്ലെ. എതിർവശത്തുള്ളത് വാപ്പയായിരുന്നിട്ട് കൂടി അദ്ദേഹത്തിന്റെ പരിശുദ്ധ കാണിക്കാതെ തൗഹീദിനെ വളരെ മനോഹരമായി അദ്ദേഹം അവതരിപ്പിച്ചു. കാണാത്ത, കേൾക്കാത്ത, ഉപദ്രവങ്ങളൊന്നും ചെയ്യാത്ത ഈ വിഗ്രഹങ്ങളോട്, ഈ ബിംബങ്ങളോട് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത് വാപ്പ എന്ന് അദ്ദേഹം പറഞ്ഞു അല്ലെ. അദ്ദേഹത്തിന്റെ പിതാവ് ആ സംസാരം ഒന്നും ചെവിക്കൊണ്ടില്ല എന്നാണ് നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഉള്ളിൽ ആഗ്രഹം. അപ്പൊ നമ്മളെപ്പോഴും ആഗ്രഹിക്കേണ്ടത് ഒരു മനുഷ്യൻ ശിർക്കിലാകുമ്പോൾ അല്ലെ, ശിർക്കിലായിരിക്കുമ്പോൾ തൗഹീദ് അയാൾക്ക് ലഭിക്കാത്തപ്പോ നമ്മുടെ ഉള്ളിലും ആഗ്രഹം വരേണ്ട അയാൾ കൂടെ ഒന്ന് ഹിദായത്തിലായിരുന്നു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ അങ്ങനെയായിരുന്നു. കൂടെയുള്ളവർ അല്ലെ, തനിക്ക് ചുറ്റുമുള്ളവർ, അവർക്കൊന്ന് ഈ ആദർശം ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ, അവരൊന്ന് സ്വർഗത്തിൽ എത്തിയിരുന്നെങ്കിൽ എന്നാണ് അല്ലെ. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കണം. 19 സൂറത്ത് മറിയമിന്റെ ഞാൻ ആമുഖമായി ഓതി വെച്ച വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതും അങ്ങനെയാണ്. യാ അബതി, എന്റെ പുന്നാര വാപ്പ, ഇന്നി അഖാഫു അയ്യമസ്സക അദാബും മിനർ റഹ്മാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ പരമകാരുണ്യകൻ, എല്ലാവരോടും കരുണ ചെയ്യുന്നവനാണ് റബ്ബ്. ആ റബ്ബ് ഏറെ സ്നേഹിക്കുന്ന വിഷയമാണ് തൗഹീദ്. വാപ്പ, ഇന്നി അഖാഫു അയ്യമസ്സക അദാബും മിനർ റഹ്മാൻ, പരമകാരുണ്യകനായ റബ്ബിൽ നിന്ന് നിങ്ങളുടെ മേൽ ശിക്ഷ വരുമെന്ന് ഞാൻ ഭയപ്പെടുന്നു.
സൂറത്ത് മറിയമിലുള്ള അല്ലാഹു പറയാണ് റഹ്മാൻ, പരമകാരുണികനായ റബ്ബ് താങ്കളുടെ മേൽ ശിക്ഷ ഇറക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. കാരണം എന്താണ്? അല്ലാഹ് അല്ലാത്തവരെ താങ്കൾ വിളിക്കുന്നുണ്ട്, താങ്കൾ ആരാധിക്കുന്നുണ്ട്, മാത്രമല്ല അത് കച്ചവടം ചെയ്യുന്നുണ്ട്, അതിന്റെ ആരാധന ആലയങ്ങൾ നിങ്ങൾ പടുത്തുയർത്തുന്നുണ്ട്. താങ്കൾ പിശാചിന്റെ വലിയായിരിക്കുകയാണ്. വലിയ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടയാളായി മാറിയിരിക്കുകയാണ്. കാരണം അല്ലാഹ് അല്ലാത്തവരെ ആരാധിക്കുക എന്നത് പിശാചിന് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നത് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണെങ്കിൽ, പിശാചിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ വഴിതെറ്റി നിൽക്കുന്നുണ്ട് എങ്കിൽ അത് തൗഹീദിനെതിരാണെങ്കിൽ പിശാച് ഏറെ സന്തോഷിക്കുന്നു. താങ്കൾ പിശാചിന്റെ കൂട്ടുകാരനായി മാറിയിരിക്കും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിനെ വിശദീകരിക്കുന്നത് കാണാം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ അല്ലാഹു ഉദ്ദേശിക്കുന്നത് ഫലാ യകൂനു ലക മൗല വലാ നാസിറൻ വലാ മുഗീസൻ ഇല്ലാ ഇബ്ലീസ്. പിശാച് അല്ലാതെ, ഇബ്ലീസ് അല്ലാതെ ഈ മനുഷ്യന് കൂട്ടുകാരനായി മറ്റാരുമില്ല എന്നാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചത്. തൗഹീദിനെതിരായി ഒരു മനുഷ്യൻ നിൽക്കുമ്പോൾ ഷിർക്കിലാണ് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കൂട്ടുകാരൻ, അയാൾ വലിയായി സ്വീകരിച്ചത് അല്ലാഹ് അല്ലാത്ത എന്തിനെയാണോ സ്വീകരിക്കുന്നത് ആരായാലും ശരി അത് പൈശാചികത ഉള്ള കാര്യമാണ് എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിക്കുന്നു. നമുക്കേറെ പ്രിയമുള്ളവർ അല്ലെ, നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളോടാണ് നമ്മൾ എപ്പോഴും തൗഹീദ് സ്നേഹത്തോടു കൂടി പറയേണ്ടത്. നമ്മുടെ റബ്ബ് കരുണാമയനാണ്, പക്ഷെ അത്രയും കരുണയുള്ള റബ്ബ് നമ്മളെ ശിക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, അല്ലെ, ഏത് തിന്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു തരും. പക്ഷേ അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത തിന്മ എന്നത് ശിർക്കാണ്. ഇന്ന ശിർക ലവുൽമുൻ അളീം, തീർച്ചയായും ശിർക്ക് വലിയ അക്രമമാണ്, വലിയ തിന്മയാണ്. അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല എന്നാണ്. അല്ലെ, അല്ലാഹ് അല്ലാത്ത ഒന്നിനെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട് എങ്കിൽ, നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ, അത് എത്ര വലിയ വ്യക്തിത്വമായാലും ശരി ആ വ്യക്തിക്ക് യാതൊരു സ്ഥാനവുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയാം. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിതാവിനോട് വിളിച്ച് സ്നേഹത്തിൽ ഈ കാര്യം സംസാരിച്ചു. ഒരു മനുഷ്യൻ ഏറ്റവും വലിയ ഇഷ്ടം വെക്കേണ്ടത് അവന്റെ റബ്ബിനോട് തന്നെയാണ് എന്നാണ്. അല്ലാഹു അല്ലാത്തവരിൽ അത് പ്രവാചകന്മാരായാലും ശരി, ഔലിയാക്കളായാലും ശരി, ആരായാലും ശരി, ആരോടും നമുക്ക് തേടാൻ പറ്റൂല. അല്ലെ, ശിഫ തേടുന്നതും നമ്മുടെ മറവുകൾ നീക്കുന്നതും എല്ലാം അത് നമ്മുടെ റബ്ബാണ്. അതുകൊണ്ട് ശിഫ തേടേണ്ടത് അള്ളാഹുവിനോടാണ്. രോഗങ്ങൾ മാറ്റുന്നവനവനാണ്, പ്രാർത്ഥനകൾ കേൾക്കുന്നവൻ അവൻ മാത്രമാണ്. അല്ലെ, സഹായ തേട്ടങ്ങൾ നടത്തേണ്ടത് അവനോട് മാത്രമാണ്. ഇതല്ലാത്ത ഒന്നിലേക്ക് ഞാനും നിങ്ങളും തിരിഞ്ഞുപോയാൽ പ്രിയമുള്ളവരെ, നമ്മുടെ വലിയായി മാറുന്നത് അത് പിശാചായിരിക്കും. അതുകൊണ്ട് ആലോചന നമുക്കുണ്ടാകണം. അല്ലെ, നമ്മുടെ ഉറ്റമിത്രവും സഹായിയുമായി അള്ളാഹുവാണ് ഉണ്ടാകേണ്ടത്. അല്ലെ, നമുക്ക് ഏറ്റവും സുഹബത്ത് പറയേണ്ട റബ്ബിനോടാണ്. ആ സുഹബത്ത് പിശാചിനോടാകുമ്പോ നമ്മൾ വഴിപിഴച്ചവരാകും. തൗഹീദിന്റെ വെളിച്ചം അയാളെ ഹൃദയത്തിൽ എത്തണമെന്ന് അതിയായ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഏതൊരു വ്യക്തിയോട് തൗഹീദ് പറയുമ്പോൾ അതില്ല എങ്കിൽ, കരുണയില്ല എങ്കിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം കാരുണ്യത്തോടു കൂടി തൗഹീദ് പ്രബോധനം ചെയ്തിട്ടില്ല എങ്കിൽ, വിട്ടുവീഴ്ച മനോഭാവം നമുക്കില്ല എങ്കിൽ, കാരണം നമ്മളെല്ലാവരും ചിലപ്പോ ഒരു വേള, ഒരു സമയത്ത് നമ്മൾ അല്ലാഹു അല്ലാത്തവരോട് തേടിയ ആളുകളായിരുന്നിരിക്കും. അല്ലെ, നമ്മുടെ കൈകളിൽ ഉറുക്കുകൾ ബന്ധിച്ച്, അല്ലെ, രോഗം മാറാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള കെട്ടുകൾ ബന്ധിച്ച് നടന്ന മനുഷ്യന്മാരായിരിക്കും. പക്ഷെ പിൽക്കാലത്ത് അല്ലാഹു നമുക്ക് അത് ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കി തന്നു. അല്ലാഹ് അല്ലാത്തവരോട് തേടാൻ പാടില്ല എന്ന് മനസ്സിലാക്കി, അത് എനിക്ക് മാത്രം കിട്ടിയാൽ മതി, ഞാനിങ്ങനെ അതുമായിട്ട് ഇങ്ങനെ പള്ളിയിൽ ചടഞ്ഞിരുന്നാൽ മതി എന്ന് വിചാരിക്കുന്ന ആളുകളാകുന്നു. മറിച്ച് വളരെ സ്നേഹത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അദ്ദേഹത്തിന് ദൗത്യം എപ്പോഴാണോ കിട്ടിയത് ആ നിമിഷം മുതൽ അദ്ദേഹത്തിന്റെ പ്രബോധനം തുടങ്ങിയെന്നാണ്. അല്ലെ, തൗഹീദിന്റെ വെളിച്ചം ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ധാരാളമായി പരിശ്രമിച്ചു. അതുകൊണ്ട് ഏതൊരു വ്യക്തിയും ആണോ അയാളെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യതയാണ്, തൗഹീദ് കിട്ടിയ മനുഷ്യന്റെ വലിയ ബാധ്യതയാണ് തൗഹീദ് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. പ്രബോധനം എന്നത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തൗഹീദ് കിട്ടിക്കഴിഞ്ഞാൽ അത് വീട്ടിൽ വെച്ച് പൂട്ടേണ്ട ഒന്നല്ല, മറിച്ച് ഇറങ്ങിയ ആളുകളോട് പറയണം. നമ്മുടെ കുടുംബക്കാർ, നമുക്ക് പ്രിയപ്പെട്ടവർ, ഭാര്യ, അനുജന്മാർ, സുഹൃത്തുക്കൾ ആരെല്ലാം ഉണ്ടോ അവരോടെല്ലാം നമുക്ക്, അതാണ് മില്ലത്ത് ഇബ്രാഹിം. നമ്മൾ മില്ലത്ത് ഇബ്രാഹിം വാദിക്കുന്നു, നമ്മൾ ഉദ്ഹിയ അറുക്കുന്നു, നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം നന്മയായി കണ്ടുവരാൻ ശ്രമിക്കുന്നു. പക്ഷേ ഏറ്റവും വലിയ ബാധ്യത എന്നത് ഇബ്രാഹിം മില്ലത്ത് ഉൾക്കൊള്ളുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹ് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരോട് തൗഹീദ് പറയലാണ്. വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇക്കാര്യം പരിചയപ്പെടുത്തിയപ്പോ
ആ പിതാവ് അദ്ദേഹത്തിനോട് സംസാരിക്കുന്ന സംസാരം തിരിച്ചു പറയുന്നുണ്ട് അല്ലാഹു. അല്ലെ, സംഭാഷണ ശൈലിയാണെന്ന് ഞാൻ പറഞ്ഞു. തിരിച്ച് ആ വാപ്പ പറയുന്നത് പ്രിയപ്പെട്ട മകനോട് യാ അബത്തി എന്ന് വിളിച്ച് സ്നേഹത്തോടു കൂടി സംസാരിച്ച മകനോട് ആ പിതാവിന്റെ മറുപടി എന്നത് ഓ ഇബ്രാഹിം, ഞാൻ ആരാധിക്കുന്ന ഈ വിഗ്രഹങ്ങളെ, ഈ ബിംബങ്ങളെ അതിൽ നിന്ന് വിട്ടുവരണമെന്നാണോ, അല്ലെങ്കിൽ അതിനെ മോശം പറയുകയാണോ നീ? ലഇല്ലം തന്തഹി, നീ ഇതിൽ നിന്ന് മാറിയിട്ടില്ല എങ്കിൽ, നീ പറയുന്ന വർത്തമാനമുണ്ടല്ലോ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നത്, അതിൽ നിന്ന് മാറാൻ നീ തയ്യാറല്ല എങ്കിൽ ലഇല്ലം തന്തഹി ലഅർജുമന്നക, നിന്നെ ഞാൻ എറിയും, കല്ലെടുത്തെറിയും. മാത്രമല്ല വഹുജുറുനീ മലിയ, നീ എന്റെ അടുക്കൽ നിന്ന് വിട്ടുപോകണം, നീ ഹിജറ പോകണം. ഇവിടെ നിൽക്കാൻ പറ്റൂല നിനക്ക്, ഈ വീട്ടിൽ നിനക്ക് സ്ഥാനമില്ല. സ്വന്തം ഉപ്പ മകനെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഇല്ല, ഞാൻ ഈ ആദർശത്തിൽ നിന്ന് വിട്ടുവരൂല, ഒരിക്കലും വിട്ടുവരികയില്ല എന്ന പ്രഖ്യാപനവുമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ വീട് വിട്ടിറങ്ങുന്ന ചരിത്രമാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അല്ലെ, നിർത്തിക്കോന്നാ പറഞ്ഞ്, എന്റെ ഈ പ്രബോധനമൊന്നും ഇവിടെ നടക്കൂല, ഈ നാട്ടിൽ നിന്ന് നീ പോകണം, എന്ന് ഞാൻ അല്ലെങ്കിൽ എറിഞ്ഞു കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തിയെന്ന്. റബ്ബിന്റെ ശിക്ഷ ബോധ്യമുള്ള പ്രവാചകന്മാർ അവരുടെ പ്രിയപ്പെട്ടവരോട് ഗൗരവത്തിൽ തൗഹീദ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു കൊടുക്കണമല്ലോ ഹിദായത്ത്, പടച്ചോൻ കൊടുക്കണതാണ് ഹിദായത്ത്. ഏറെ ആഗ്രഹത്തോടു കൂടി വേണം പറയാൻ. അതാണ് ഞാൻ ആമുഖമായി പറഞ്ഞു വെച്ചത്. അല്ലെ, നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകളായാലും നമ്മൾ എത്ര കണ്ട് വെറുക്കുന്ന ആളുകളായാലും അവരോടെല്ലാം തൗഹീദ് പറയേണ്ടത് അവർക്ക് ഹിദായത്ത് കിട്ടണേ എന്നുള്ള അതിയായ ആഗ്രഹത്തിലാണ്. അതെങ്ങനെ കിട്ടിയിട്ടില്ല എങ്കിൽ അവർ നരകത്തിൽ പോകുമെന്നുള്ള ഭയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. കത്തിജ്വലിക്കുന്ന നരകത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകിയില്ലയോ? നരകത്തിൽ പ്രവേശിക്കുന്നത് അല്ലേ ദൗർഭാഗ്യവാന്മാരായ ആളുകളാണ്, ഭാഗ്യം കെട്ട മനുഷ്യരാണ്. നമ്മുടെ തൗഹീദ് ഇല്ലാത്ത മനുഷ്യന്മാർ ഭാഗ്യം കെട്ടവരാണ്, ദൗർഭാഗ്യവാന്മാരാണ്. അല്ലാഹ് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ശിർക്ക് ചെയ്യുന്ന മനുഷ്യർ, മുവഹ്ഹിദീകളല്ലാത്ത മനുഷ്യന്മാർ ദൗർഭാഗ്യവാന്മാർ, അവർക്ക് നരകമായിരിക്കും. അതുകൊണ്ട് നരകത്തിൽ വീഴാൻ പാടില്ല എന്നുള്ള അതിയായ ആഗ്രഹം എന്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടാകണം. ഫിർഔനിന്റെ കൊട്ടാരത്തിലേക്ക് മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ പ്രബോധനം ചെന്നെത്തുന്ന സമയത്ത് അല്ലെ, പ്രൗഢിയുള്ള മനുഷ്യനാണ്, നാട്ടിലെ രാജാവാണ്, പ്രമാണിയാണ്. ഏത് നിമിഷവും എന്ത് സംഭവിക്കാനുള്ള സാധ്യതകളേറെയാണ് മൂസാ നബിയെ സംബന്ധിച്ചിടത്തോളം. വിശുദ്ധ ഖുർആനിൽ ആ പ്രബോധനം കാണാം. വഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പിതാവിനോട് പ്രകാരമാണോ സംസാരിച്ചത്? ആ ലീനത്തോടു കൂടി തന്നെ വഖൂലാ ലഹു ഖൗലൻ ലയ്യിന. മൂസാ നബിയോട് പറയുന്നത്, നിങ്ങൾ അദ്ദേഹത്തിനോട് സംസാരിക്കേണ്ടത് മൃദുലമായ, അല്ലെ, സ്വന്തമായി ഞാനാണ് അള്ളാഹു എന്ന് വാദിക്കുന്ന ആളാണ്, പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പന നിങ്ങൾ മൃദുലമായ അയാളോട് സംസാരിക്കുക. ഏറ്റവും വലിയ തെറ്റാണ് അയാൾ പറഞ്ഞു നടക്കുന്നത്. പക്ഷേ അയാളോടും പറയേണ്ടത് സൗമ്യമായി തന്നെയാണ്, മൃദുലമായ. അങ്ങനെ ഫിറൗൻ ചോദിക്കുന്നുണ്ട്, മുമ്പ് കഴിഞ്ഞ കുറെ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു, അവരുടെയൊക്കെ അവസ്ഥ അവർ നരകത്തിലാണോ എന്നാണോ നീ പറയുന്നത് മൂസ? അവരൊക്കെ നരകത്ത്. നമ്മൾ പലപ്പോഴും ചോദിക്കുമല്ലോ, അപ്പൊ എന്റെ വാപ്പായും വാപ്പാരെ വാപ്പായും ഒക്കെ നരകത്തിലാണെന്നാണോ നിങ്ങൾ പറയണത് എന്ന് ചോദിക്കും നമ്മൾ. കാരണം തൗഹീദ് ഇല്ലാതെ മരണപ്പെട്ടു പോയ ആളുകളാണ്. മൂസാ നബി അലൈഹി സ്വലാം വളരെ സൗമ്യമായി അദ്ദേഹത്തോട് മറുപടി പറയും. ഒരാൾക്ക് നരകത്തിലേക്കുള്ള സർട്ടിഫിക്കറ്റോട് നമ്മളാണോ? അല്ല. അള്ളാഹുവിന്റെ അടുക്കലാണ്, അള്ളാഹുവിന്റെ കിതാബിലാണ് ആ അറിവുള്ളത്. അല്ല നമ്മൾ ചാടിക്കേറിയിട്ട് നിന്റെ വാപ്പ നരകത്തിലാണ്, നിന്റെ കൊച്ചാപ്പ നരകത്തിലാണ്, നിന്റെ ഉപ്പ നരകത്തിലാണെന്ന് പറയാം അള്ളാഹു റസൂൽ നമ്മളെ പഠിപ്പിച്ചില്ല. അങ്ങനെ പറയാനും പാടില്ല, അങ്ങനെ പറയാനും പാടില്ല, അത് തെറ്റാണ്. അങ്ങനെ പറയാൻ പാടില്ല. റബ്ബിന്റെ അടുത്താണ് ആ അറിവുള്ളത്. നിങ്ങളോട് എനിക്ക് പറയാനുള്ള തൗഹീദാണ്, അത് നിങ്ങൾ കേൾക്കണം. ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനോട്, ഹയ്യായ മനുഷ്യനോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മരിച്ചുപോയ ആളുകളെ കാര്യം പടച്ചു നോക്കിപ്പോകും. നമ്മൾ എന്ത് ചെയ്യേണ്ട? അവരെ കുറിച്ച് ചർച്ച ചെയ്യണം. അള്ള പറഞ്ഞതാണ്, ജീവിച്ചിരിക്കുന്നവർക്ക് ഉള്ള ഉത്ബോധനമാണ്. സൂറത്ത് യാസീൻ അള്ള പറഞ്ഞതാണ്, ജീവിച്ചിരിക്കുന്നവർക്കുള്ള താക്കീതാണിത്. അതുകൊണ്ട് ആ ജീവിച്ചിരിക്കുന്ന നിങ്ങൾ ഇതൊന്ന് കേൾക്ക്, ഈ തൗഹീദ് ഒന്ന് കേൾക്ക്, മനസ്സിലാക്ക്. വിശുദ്ധ ഖുർആനിലെ എവിടെയെങ്കിലും അള്ളാഹ് അല്ലാത്തവരോട് തേടുന്ന ഒരു വരി, ഒരു ആശയം, ഒരു ശകലം നമുക്ക് കാണാൻ പറ്റൂല അള്ളാഹ് അല്ലാത്തവരെ വിളിച്ചതായി. അല്ലെ, പിൽക്കാലത്ത് ഈ പ്രബോധനം ചെയ്ത ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ
വിഗ്രഹങ്ങൾ കഅബാലയത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു എന്ന്. അത്ര കണ്ട ആളുകൾ വഴിപിഴച്ച മനുഷ്യരാണ്. ഈ തൗഹീദ് പറഞ്ഞ മനുഷ്യന്മാരെ പോലും ആ ശിർക്കിന് വേണ്ടിയിട്ട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളാണ് സമൂഹത്തിൽ അധികം. അല്ലേ? പല ആളുകൾ നബിയെ കാക്കണെന്ന് വിളിച്ച് പ്രാർത്ഥിക്കല്ലേ. പ്രവാചകന്മാര് വന്ന എന്തിനാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കുക. പക്ഷെ അതിനെതിരായിട്ട് നബിയോട് തന്നെ തേടുന്ന മനുഷ്യന്മാരെ പോലും നമുക്ക് സമൂഹത്തിൽ കാണാം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തൗഹീദ് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ പറയും വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അല്ലാഹുക്കുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അല്ലാഹുവിന്റെ ഒപ്പം, അല്ലാഹുവിന്റെ കൂടെ. മഅ എന്ന വാക്കിന്റെ അർത്ഥം അല്ലാഹുവിന്റെ ഒപ്പം നിങ്ങൾ ഒന്നിനെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. അല്ലെ? പള്ളികൾ അല്ലാഹുക്കുള്ളതാണ്. പ്രാർത്ഥനകൾ ഉയരേണ്ട റബ്ബിനോടാണ്. അല്ലെ? നേർച്ചകൾ നടത്തേണ്ട റബ്ബിനോടാണ്. തൗഹീദിനെതിരായിട്ട് ഒന്നും വരാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പള്ളികളെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് ഇങ്ങനെ, വഅന്നൽ മസാജിദ ലില്ലാഹ് വലാ തദ്ഉ മഅല്ലാഹി അഹദ, പള്ളികൾ അല്ലാഹുക്കുള്ളതാണ്. അല്ലാഹുവിന്റെ കൂടെ ഒന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറ്റില്ല. അല്ലേ? ഈ വചനം പോലും പലപ്പോഴും ശ്രദ്ധിക്കാറില്ല മനുഷ്യന്മാർ. പള്ളികളിൽ നിന്ന് അല്ലാഹുവല്ലാത്തവരെ തേടുന്ന ആളുകൾ, അതിന് ആഹ്വാനം ചെയ്യുന്ന ആളുകൾ, പള്ളി മെമ്പറുകളെ അല്ലാഹുവല്ലാത്തവരിലേക്ക് തിരിച്ചുവിടുന്ന ആളുകൾ. അല്ലെ? ഖബറിലേക്ക് പോകണം, ഖബറാളിയോട് തേടണം, മുഹീദ്ദീൻ ഷെയ്ഖിനോട് തേടണം, ബദരീങ്ങളോട് തേടണം എന്ന് പഠിപ്പിക്കപ്പെടുന്ന സമൂഹത്തിലാണ് നമ്മളുള്ളത്. എന്നിട്ട് അവർ പറയാ എന്താണ്? ഞങ്ങൾ അവരോട് നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളല്ല. അല്ലേ? നേരിട്ട് വിളിച്ചല്ല പ്രാർത്ഥിക്കണം, മറിച്ച് അല്ലാഹു അല്ലാത്തവർ അല്ലാഹു അല്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. അവരെ അല്ലാഹു ആണ് എന്ന് വിശ്വസിച്ച്, ആരാധ്യനാണെന്ന് വിശ്വസിച്ചിട്ടല്ലേ നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറയാം. അല്ലെ? ഇപ്പൊ ഒരു കുപ്പി കള്ള് കൊണ്ടുവച്ചിട്ട്, മദ്യം കൊണ്ടുവച്ചിട്ട്, മദ്യമാണ് എന്ന് വിചാരിക്കാതെ കുടിക്കാൻ. ഒന്നാലോചിച്ചപ്പോൾ ബുദ്ധി ഒന്നാലോചിച്ചോ, എത്ര വലിയ വിഡിത്തമാണ് ആളുകൾ പറയുന്നത്. അന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, പള്ളികൾ അല്ലാഹുക്കുള്ളതാണ്. അല്ലാഹ് അല്ലാത്ത ഒന്നിനെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒന്നിനോട് പറ്റൂല എന്നാണ്, തോന്നിയാസം കാണിക്കുക എന്ന് പറയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തൗഹീദ് എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മില്ലത്ത് നമ്മൾ സ്വീകരിക്കുമ്പോൾ ആശയം നെഞ്ചിലേറ്റ് നമുക്ക് ജീവിക്കാൻ കഴിയണം. ഇബ്രാഹിം നബിയെ ഖുർആനിൽ പരിചയപ്പെടുത്തിയത് ഉമ്മത്ത് എന്നാണ് എങ്കിൽ, ശിർക്കിനെതിരാണ് അദ്ദേഹം പഠിപ്പിച്ചത് എങ്കിൽ, അല്ലെ, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ വലിച്ചെറിയുമ്പോ അള്ളാഹുവിന്റെ പാശത്തെ അദ്ദേഹം മുറുകെ പിടിച്ചുകൊണ്ടാണ് ജീവിച്ചത്. തൗഹീദിന് ഒരു നിലക്കും അദ്ദേഹം വിട്ടുവീഴ്ച കൊടുത്തിട്ടില്ല. അല്ലേ? ഞാനൊന്ന് മാറി നിൽക്കാം, കുറച്ചു സമയത്തേക്ക് തീയിലെറിയല്ലേ എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മാറി നിന്നില്ല എന്ന്, മറിച്ച് തീയിലേക്ക് എറിഞ്ഞോ കുഴപ്പമില്ല എന്ന രൂപത്തില് അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്, എനിക്കെന്റെ അല്ലാഹു ഉണ്ട്, വരമേൽപ്പിക്കാൻ അവൻ എത്ര ഉഷാറാണ് എന്നാണ്, എത്ര അനുഗ്രഹപൂർണനാണ് എന്റെ റബ്ബ്, എന്നെ ഈ തീയിൽ നിന്ന് കരകയറ്റാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കഴിയുമെന്ന അചഞ്ചലമായ വിശ്വാസമായിരുന്നു ഇബ്രാഹിം നബിയുടെ ഉള്ളിൽ. വിശുദ്ധ ഖുർആൻ അക്കാര്യം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തീയോട് പറഞ്ഞു എന്നാണ്. എന്താ പറഞ്ഞത്? യാ നാറു കൂനി ബർദൻ വ സലാമൻ അലാ ഇബ്രാഹിം, അല്ലയോ തീയെ, ശക്തമായി ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന തീയെ, കൂനി ബർദൻ വ സലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ മേൽ നീ സമാധാനം ചൊരിയണം, വബർദൻ, നീ തണുപ്പായി മാറണമെന്ന് അള്ളാന്റെ കൽപ്പന തീയിനോട്. അല്ലെ? അക്കണ്ടു നിൽക്കുന്ന മനുഷ്യന്മാർക്കെല്ലാം ബോധ്യപ്പെടുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ സുരക്ഷിതനാക്കി എന്നാണ്. അല്ലെ? ഹസ്ബി അല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ നമ്മൾ എത്ര കണ്ട് ഹസ്ബി അല്ലാഹ് എന്ന് ഉൾക്കൊണ്ടുണ്ടാ പറയണത്. അല്ലെ? ഹസ്ബുനല്ലാഹ് എന്ന് പറയുമ്പോൾ എനിക്കെന്റെ റബ്ബ് മതി, വനിഅമൽ വകീൽ, എനിക്ക് വരമേൽപ്പിക്കാൻ, എനിക്ക് എന്റെ പ്രതിസന്ധികളിൽ, എന്റെ പ്രയാസങ്ങളിൽ, എന്റെ ബുദ്ധിമുട്ടുകളിൽ, എത്ര വലിയ പ്രയാസങ്ങൾ എന്റെ മേൽ വഹിക്കാനിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ നോക്കിക്കൊള്ളുമെന്ന് വിശ്വസിക്കാൻ പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും കഴിയുന്നിടത്താണ് ഇബ്രാഹിം മില്ലത്ത് നമ്മൾ ഉൾക്കൊണ്ടവരായിത്തീരുന്നത്. അതുകൊണ്ട് തീയെ സൃഷ്ടിച്ച റബ്ബ് ആ തീനെ തണുപ്പാക്കി മാറ്റിയിട്ടുണ്ട്. എത്ര വലിയ പ്രയാസങ്ങൾ വന്നാലും ഒരു മുഅ്മിനിന്റെ ഖൽബിനെ സംബന്ധിച്ചിടത്തോളം അത് അല്ലാഹു അല്ലാത്തവരിലേക്ക് തിരിയുക അസാധ്യമായ കാര്യമാണ്, സാധ്യമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹിന്റെ പ്രിയപ്പെട്ട ആളായത്, ഖലീലുള്ളയായി അദ്ദേഹം മാറിയത്. അതുകൊണ്ട് തന്നെ ആ തവക്കുലും ബോധ്യവും നമുക്കുണ്ടാകണം. ആരോടും തൗഹീദ് നമ്മൾ പറയണം, ഭയപ്പെടാതെ പറയണം, തുറന്ന് പറയണം, ഹൃദയം തുറന്ന് പറയണം, സ്നേഹത്തോടു കൂടി പറയണം, മൃദുലമായ ഭാഷയിൽ സംസാരിക്കണം, സരളമായി നമ്മൾ അവതരിപ്പിക്കണം. അള്ളാഹിനെ
പരിചയപ്പെടുത്തി കൊടുക്കണം. സൂറത്തുൽ ഇഖ്ലാസ് പഠിച്ചാൽ മാത്രം മതി പടച്ചവനെ പരിചയപ്പെടുത്താൻ. സൂറത്തുൽ ഫാത്തിഹയുടെ ആശയം പഠിച്ചാൽ മതി നമുക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ. അധികം ഒന്നും പഠിക്കണം, ഒരുപാട് അറിവൊന്നും നമുക്ക് വേണ്ട. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുന്നുള്ളൂ എന്നാണ് നമ്മൾ നെഞ്ചത്ത് കൈവച്ച് പറയണം. ഒന്ന് ആലോചിച്ച് നോക്ക്, വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം വളരെ മനോഹരമായാണ് ഇയ്യാക എന്ന പ്രയോഗം അവിടെ പ്രയോഗിക്കുന്നത്. അറബി ഭാഷയിൽ നഅ്ബുദുക എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു എന്നായി. പക്ഷേ അള്ളാഹു അതിനെ ഖാസ്വാക്കി 2 തവണ ഇയ്യാക എന്ന പ്രയോഗം കൊണ്ടുവന്നു. നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ, ഇബാദത്ത് ചെയ്യുള്ളൂ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്ന് 2 ഇടത്ത് അല്ലാഹു ഇയ്യാക പ്രയോഗിച്ചു. ആദ്യം പറഞ്ഞ ഇയ്യാക നഅ്ബുദു വ നസ്തഈൻ എന്ന് പറഞ്ഞാലും ആശയം പൂർണ്ണമാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇയ്യാക എന്ന് 2 തവണ നമ്മൾ പറയിപ്പിക്കണമെങ്കിൽ അള്ളാഹിനെ മാത്രമേ ആരാധിക്കാവൂ, അള്ളാഹിനോട് മാത്രമേ നമ്മൾ സഹായം ചോദിക്കാൻ പാടുള്ളൂ. അവിടെയാണ് ഒരു മുഅ്മിനിന്റെ വിശ്വാസം കിടക്കുന്നത്. അതുകൊണ്ട് അത് ഹൃദയത്തെ കൈവച്ച് നമ്മൾ പറയുമ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് പറയാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ പരിചയപ്പെടുത്തുമ്പോൾ സ്വന്തത്തെ അല്ലെങ്കിൽ സ്വന്തമായി വിഡ്ഢിത്തം നിലനിർത്തുന്നവൻ മാത്രമേ ഇബ്രാഹിം മില്ലത്ത് വിട്ട് പുറത്തു പോകൂ എന്ന്. വിഡ്ഢിയായ മനുഷ്യനാണ് ഇബ്രാഹിം മില്ലത്ത് വിട്ടു പോകുന്നത്. നാം അദ്ദേഹത്തിനെ തിരഞ്ഞെടുത്തു ദുനിയാവിലും ആഖിറത്തിൽ അദ്ദേഹം സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലുള്ള ആളാണ്. അതുകൊണ്ട് ആ മില്ലത്ത് നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ പ്രിയമുള്ളവരെ തൗഹീദ് നെഞ്ചകത്ത് ഊട്ടി ഉറപ്പിച്ച് അതിനെ ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് വളരെ സ്നേഹത്തോടു കൂടി പറഞ്ഞു കൊടുത്ത് എല്ലാവരും ഹിദായത്തിലാകണമെന്നുള്ള ഇഖ്ലാസ് നിറഞ്ഞ ആഗ്രഹം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകുമ്പോഴാണ് ഇബ്രാഹിം മില്ലത്ത് പൂർണ്ണമാകുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകൻ നിർവഹിച്ച ദൗത്യം അത് കൃത്യമായി നിർവഹിക്കുന്ന ആളുകൾ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വലാഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അമ്മാ ബഅദ് ഉസികും വഇയ്യായ സാനിയും ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ പ്രബോധനവും അദ്ദേഹത്തിന്റെ ശൈലിയെ സംബന്ധിച്ചുമൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. കഴിഞ്ഞ ആഴ്ചയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ പ്രബോധനവും ഒക്കെ നമ്മൾ വിശദീകരിച്ചു. വിശുദ്ധ കഅബയെ സംബന്ധിച്ചിടത്തോളം, കഅബാലയത്തെ സംബന്ധിച്ചിടത്തോളം, ഹറമിന്റെ പരിസരത്തെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെയും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമയെയും ഒന്നും സ്മരിക്കാതെ കഅബാലയത്തിനെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. അവിടെ എത്തിപ്പെടുന്ന ആളുകൾ ആ ചരിത്രമെല്ലാം ഇങ്ങനെ ഓർത്തെടുക്കും. ഹജ്ജ് ദിനങ്ങൾ അത് കടന്നു വരുമ്പോ ഈ ചരിത്രമാണ് അവർ ഉൾക്കൊള്ളുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ് ഇന്നും ജനലക്ഷങ്ങൾ ജനകോടികൾ ആ കഅബാലയത്തിൽ ചുറ്റി നടക്കുന്നത്. വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ്, അല്ലയോ ഇബ്രാഹിം താങ്കൾ ജനങ്ങളെ ഹജ്ജിനായി ക്ഷണിക്കണം. ഗ്രാമാന്തരങ്ങളിൽ അല്ലെ ജനങ്ങൾ ഈ കഅബയിലേക്ക് വന്നു ചേരും. തീർത്ഥാടന വിളംബരം നടത്തിയാൽ അവർ വന്നു ചേരുമെന്ന് മഹാനായ അല്ലെ ആരുമില്ലാത്ത ഒരിടത്ത്, മനുഷ്യവാസമില്ലാത്ത ഒരിടത്ത് തന്റെ പ്രിയതമയെയും മകനെയുമാക്കി പോകുന്ന ഇടമായിരുന്നുവെങ്കിൽ ഇന്ന് ജനലക്ഷങ്ങൾ അവിടെ എത്തി ഹജ്ജ് ചെയ്ത് മടങ്ങുന്ന രൂപത്തിലേക്ക് ആയിത്തീർന്നിട്ടുണ്ട് എങ്കിൽ അന്ന് ആ കാലത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തിന്റെ അനന്തര ഫലങ്ങളാണ് നമ്മൾ കാണുന്നത്. അല്ലെ നടന്നും മെലിഞ്ഞ ഒട്ടകങ്ങൾ കയറിയും അവരിവിടെ എത്തും. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആളുകൾ സൗകര്യങ്ങളേറെയായി, അല്ലെ ഒരുപാട് സൗകര്യങ്ങളായി. മുൻഗാമികൾ ചെയ്തിരുന്ന ഹജ്ജിനേക്കാളും വളരെ സഹലായ രൂപത്തിൽ, വളരെ എളുപ്പമുള്ള രൂപത്തിൽ ആളുകൾ ഹജ്ജ് ചെയ്തു മടങ്ങും. അന്നും ഇന്നും ഒരേ പ്രതിഫലം ലഭിക്കുന്ന അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗ്ഗമല്ലാതെ പ്രതിഫലം കിട്ടുകയില്ല എന്ന്. ഒരാൾ മബ്റൂറായ ഹജ്ജ് ചെയ്താൽ, പുണ്യകർമ്മമായ ആ ഹജ്ജിനെ മബ്റൂറായ രൂപത്തിൽ നല്ല രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന,
സ്വർഗമല്ലാതെ അവർക്ക് കിട്ടുകയില്ല എന്ന്. അതുകൊണ്ട് ആ സ്വർഗത്തിന് ആഗ്രഹിച്ചാണ് ജനകോടികൾ ജനലക്ഷങ്ങൾ അവിടെ എത്തുന്നത്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങുന്ന മനുഷ്യന്മാർ, അല്ലെ, തൗബ ചെയ്ത് മടങ്ങുന്ന മനുഷ്യന്മാർ, ഇഖ്ലാസോട് കൂടി മടങ്ങുന്ന മനുഷ്യന്മാരെ നമുക്കിവിടെ കാണാൻ പറ്റും. കരഞ്ഞു കലകിയ കണ്ണുകളുമായി നിൽക്കുന്ന മനുഷ്യന്മാരെ നമുക്കിവിടെ കാണാൻ പറ്റും. അങ്ങനെ നന്മകളുമായിട്ടാണ് അവർ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ ഹജ്ജ് നിർവഹിക്കാൻ അവർക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ നാടുകളിൽ നമ്മൾ അറക്കുന്ന മാടുകളുണ്ട്, ആടുകളുണ്ട്. ഇവയെല്ലാം കൃത്യമായിരിക്കണം. നമ്മൾ വളരെ മാന്യമായി അതിനോട് പെരുമാറുകയും അതിനെ കാണുമ്പോൾ തക്ബീർ ചൊല്ലുകയും, മാത്രമല്ല നമ്മൾ ഏതൊരു മൃഗത്തിനെയാണോ അറുക്കുന്നത് അതിന്റെ വയസ്സ് പരിശോധിക്കുകയും, 1 വയസ്സായ ആട്, 2 വയസ്സായ മാട് എന്ന രീതിയിൽ തന്നെ ഇതെല്ലാം വളരെ സൂക്ഷ്മത പുലർത്തി നമുക്ക് ചെയ്യാൻ കഴിയുന്നിടത്താണ്, അല്ലെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചതൊക്കെ ബാധ്യതകളാണ്. അത് ഏറ്റെടുത്ത് നിർവഹിക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളായി നമ്മൾ മനസ്സിലാക്കുന്ന ആളുകൾ തന്നെയാണ്. എങ്കിലും ഓർമ്മപ്പെടുത്തുക, അങ്ങനെ നല്ല നിലയിൽ നല്ല നീയത്തോടെ അതിനെ നോക്കാനും അതിനെ വന്ന് കാണാനും, നമ്മൾ അറക്കുന്ന നമ്മൾ ഉദ്ഹിയത്തിൽ പങ്കുചേർന്ന ആളുകളാണെങ്കിൽ അതിനെ സാക്ഷ്യം വഹിക്കാനും ഒക്കെ നമ്മൾ തയ്യാറാകേണ്ടത്. അള്ളാഹു അതിന്റെ മാംസത്തിലേക്കല്ല, അതിന്റെ രക്തത്തിലേക്കല്ല നോക്കുന്നത്, അത് സാധുക്കളിലേക്ക് എത്താൻ, അല്ലെ, പാവപ്പെട്ട മനുഷ്യന്മാർ കഴിക്കുന്ന ആ ഒരു സന്തോഷം നമുക്ക് അറിയാൻ വേണ്ടി, മാത്രമല്ല തഖ്വയോടുകൂടി അള്ളാഹുവിന് മാംസമൊന്നും വേണ്ട, രക്തവും വേണ്ട, മറിച്ച് നിങ്ങളിൽ നിന്നുള്ള സൂക്ഷ്മതയാണ് വേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. അല്ലെ, അങ്ങനെ ആ ഒരു നീയത്തോടു കൂടി നമുക്കെല്ലാം ഇത്തരം കർമ്മങ്ങളിൽ ഏർപ്പെടാനും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ മനോഹരമായി ചെയ്തു തീർക്കാനും ഒക്കെ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. എന്തെല്ലാം സഹായമാണോ നമുക്കായി ബന്ധപ്പെട്ടതുമായി ചെയ്യാനുള്ളത് അതെല്ലാം ആ ദിവസങ്ങളിൽ നമുക്ക് തിരക്കിലാണ്, ഇന്ന സ്ഥലത്ത് പോകാനുണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമെങ്കിൽ ഇവളുവരെ അതെല്ലാം കഴിഞ്ഞ് വളരെ മാന്യമായി ഈ കാര്യങ്ങളിലെല്ലാം ഒരു ശ്രദ്ധയുണ്ടാകണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ആ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഹജ്ജ് ചെയ്യുന്ന ഹറമിലെ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മബ്റൂറായ ഹജ്ജ് നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഓരോരുത്തരും നിയ്യത്താക്കിയ ആളുകളുടെ ഉലുഹിയ്യത്തിന്റെ നിയ്യത്തുള്ള ആളുകൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ നിയ്യത്തിനനുസരിച്ചുള്ള ഏറ്റവും നല്ല പ്രതിഫലങ്ങൾ നൽകി അനുഗ്രഹിക്കും. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതു വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഇതിന്റെ മഗ്ഫിറത്തും റഹ്മത്തും കൊണ്ട് പുറത്തു മാപ്പാക്കി തരുന്ന റഹ്മാനെ, അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നീ രോഗമോചനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കൽ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വ അദില്ല ശിർക വൽ മുശ്രികീൻ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സഅത് مستقر ومقامة. ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. صلى الله على نبينا محمد.